ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സമയം ഞാൻ നിങ്ങളുമായി ഒരു ചിന്ത പങ്കിടാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം നമുക്കെല്ലാവർക്കും കാണാപ്പാഠം തന്നെയാണെന്ന് പറയാം. കാരണം ബഥാനിയയും അവിടുത്തെ ലാസറും മാർത്തയും മറിയയും. ഈ ദൈവവചനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ 4 പ്രാവശ്യം വായിക്കുമ്പോൾ 4 വെളിപ്പാട് കിട്ടുന്നു, 40 പ്രാവശ്യം വായിക്കുമ്പോൾ 40 വെളിപ്പാട് കിട്ടുന്നു, 4000 പ്രാവശ്യം വായിക്കുമ്പോൾ 4000 വെളിപ്പാട് കിട്ടുന്നു എന്നുള്ളതാണ്. കാരണം ദൈവവചനത്തിൻ്റെ അർത്ഥം അത്ര ആഴത്തിൽ കിടക്കുകയാണ്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനത്തിനകത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന വെളിപ്പാടുകൾ നിങ്ങൾ ഓർക്കണം. അങ്ങനൊരു വെളിപ്പാട് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന് ആ വചനത്തിലൂടെ നിങ്ങളെ പണിയാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ്. എനിക്കൊത്തിരി ദൈവമക്കൾ മെസ്സേജ് ചെയ്യാറുണ്ട്, വിളിച്ചു പറയാറുണ്ട്. പലരുടെയും കോൾസ് നമുക്ക് എടുക്കാൻ സമയവും സൗകര്യവും കിട്ടാറില്ല. പക്ഷേ അവർ വാട്സപ്പിൽ മെസ്സേജ് ഇടാറുണ്ട്. പക്ഷേ ഒരിക്കൽ പാസ്റ്ററുടെ മെസ്സേജ് ഞാൻ കേട്ടതാണ്. പക്ഷെ അതേ മെസ്സേജ് തന്നെ കേട്ടപ്പോൾ വീണ്ടും വ്യത്യസ്തമാകുന്ന നിലയിൽ എന്നോട് ദൈവം സംസാരിക്കുന്ന പോലെ തോന്നുന്നതെന്ന്. ദൈവമക്കളെ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു പാസ്റ്ററുടെ കഴിവോ അല്ലെങ്കിൽ ഒരു പാസ്റ്ററുടെ പ്രാഗൽഭ്യം ഒന്നുമല്ല. ദൈവത്തിൻ്റെ വചനത്തിന് അത് പുറപ്പെടുമ്പോൾ അറിയാം എത്ര പേരിലേക്ക് എത്തണം, എത്ര ആളുകളെ ചൈതന്യപ്പെടുത്തണം, ആരെ തൊടണം, എല്ലാം അറിയാം. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ വചനം എടുക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, ഈ വചനത്തിനകത്തുനിന്ന് ദൈവത്തിന് ചില വ്യക്തികളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവം വേർഡ് തരുന്നത് എന്തിനാണെന്നറിയാമോ? മുളപ്പിച്ചെടുക്കാനാണ്. ദൈവം വേർഡ് തരുന്നത് ഒരു വ്യക്തിയെ മുളപ്പിച്ചെടുക്കാനാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഞാൻ ഈ മെസ്സേജ് നമ്മുടെ ഈ ചാനലോ ഈ ചാനലിലെ സന്ദേശമോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ട് ഞാൻ പറയുകയാണ്. നമ്മുടെ ഈ മീറ്റിംഗ് രാവിലെ 6:30 മണിക്ക് വൈകിട്ട് 6:30 മണിക്ക് നടക്കുന്ന മീറ്റിംഗാണ്. എന്നാൽ കഴിഞ്ഞ ചില ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ഇവിടുത്തെ ചില കൺസ്ട്രക്ഷൻ വർക്ക് നിമിത്തം നമുക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. നമുക്ക് ലൈവ് കൊടുക്കാനും മോർണിംഗ് മെസ്സേജ് ചെയ്യാനും ഒക്കെ അത് ഷൂട്ട് ചെയ്യാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പരിമിതികളും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസങ്ങളിൽ നമുക്കതൊക്കെ പരിഹരിച്ച് നമുക്ക് പഴയതിലും അധികം ശക്തിയോടുകൂടെ നമുക്ക് ആരാധിക്കാനും മീറ്റിങ്സ് നടത്താനും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ നടത്തിക്കൊണ്ടിരുന്നതിനേക്കാളും കൂടുതൽ മീറ്റിങ്സാണ് ഇനി വരും ദിവസങ്ങളിൽ ചെയ്യാൻ പോകുന്നത്. പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. സോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം. ദൈവം നിങ്ങളെ സഹായിക്കും. താങ്ക് യു ജീസസ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളെല്ലാവരും ആയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടുകൂടെയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കാൻ ശക്തനും ഒരുക്കമുള്ളതും കൂടെയാണ്. ഇതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വച്ചിട്ട് 4 ദിവസമായി എന്ന് അറിഞ്ഞു. ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. യേശു അവിടെ എത്തിയപ്പോൾ, യേശു അവിടെ എത്തിയപ്പോൾ, യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വച്ചിട്ട് 4 ദിവസമായി എന്ന് അറിഞ്ഞു. യേശു കരുതിയോ ഒരുപക്ഷെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ലാസറിനെ വെയിറ്റ് ചെയ്യും, ഫ്യൂണറൽ സർവീസ് നടത്താതെ വെയിറ്റ് ചെയ്യും, എന്തോ എനിക്കറിഞ്ഞുകൂടാ. നമ്പർ 2, 4 ദിവസം കഴിഞ്ഞിട്ടേ അല്ലെങ്കിൽ മറ്റ് ചില ദൂരദേശത്തുനിന്ന് ജനം വരാനുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കാത്തു വെച്ചേക്കും. എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടേ അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞിട്ടേ മറവ് ചെയ്യത്തുള്ളൂ എന്ന് യേശു കരുതിയോ എന്തോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ സാധ്യതകളുണ്ട്. കാരണം യേശു അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ സർവീസ് കഴിഞ്ഞു.
എന്നറിഞ്ഞത് അവിടെ എത്തിയപ്പോഴാണ്, ലാസറിൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ്, ബെഥാന്യയിലെത്തിയപ്പോഴാണ്. ശ്രദ്ധിക്കണം, യേശു അറിഞ്ഞതാണിപ്പോൾ. എന്താണ്? ലാസറിൻ്റെ അടക്കം കഴിഞ്ഞു, ലാസറിനെ മറവ് ചെയ്തു, ഇനി ആർക്കും അദ്ദേഹത്തെ കാണാൻ പറ്റത്തില്ല, ഇനി യേശുവിനൊരു കണ്ണ് അദ്ദേഹത്തെ കാണാൻ പറ്റത്തില്ല എന്ന് ലോകം കരുതിയത് യേശു അറിഞ്ഞു. എന്തൊക്കെ പറയാം? യേശുവിനെ എന്തൊക്കെ പറയാം? യേശുവിൻ്റെ ഉറ്റ ചങ്ങാതിയായിരുന്ന ലാസർ മരിച്ചിട്ട് യേശു വന്നില്ല. ലാസറിൻ്റെ ബോഡി പോലും കാണാൻ ഈ മനുഷ്യന് പറ്റിയില്ലല്ലോ എന്ന് യേശുവിനെക്കുറിച്ച് പറഞ്ഞു എന്നറിയാം. ഇതൊക്കെ ഒരു സുഹൃത്താണോ എന്ന് യേശുവിനെ ചോദിക്കും എന്നറിയാം. എന്നാലും ആ യേശുവിന് അദ്ദേഹത്തെ ഒന്നൊരു നോക്ക് കാണാൻ പോലും പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കും എന്ന് അറിഞ്ഞു. പിന്നെ ലാസറിനെ മറവ് ചെയ്തു എന്നറിഞ്ഞു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ യേശു അറിഞ്ഞു. ഞാനൊരു ദൈവാലോചന താങ്കളോട് പറയുകയാണ്. ഈ മനുഷ്യൻ പറയുന്നത് പോലെ അല്ല കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്നത്. മനുഷ്യൻ കാണുന്നത് പോലല്ല ദൈവം കാണുന്നത്. മനുഷ്യൻ തീരുമാനിക്കുന്നത് പോലല്ല ദൈവം തീരുമാനിക്കുന്നത്. ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൈ നീട്ടണമെന്ന് ഓർത്താൽ കൈ നീട്ടും, കാല് കുത്തണമെന്നോർത്താൽ കാല് കുത്തും, കണ്ണ് തറപ്പിക്കണമെന്നോർത്താൽ കണ്ണ് തറപ്പിക്കും, കൈ വീശണമെന്നോർത്താൽ കൈ വീശും, വായി തുറക്കണമെന്നോർത്താൽ വായി തുറക്കും, വചനം അയക്കണമെന്നോർത്താൽ വചനം അയക്കും. ഇനി ഇത്രയും നിങ്ങൾ കേട്ടല്ലോ, അടുത്തത് പറയാൻ പോവാം. അപ്പം ഞാൻ ഇത്രയും കാര്യം പറഞ്ഞു. ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യും. കർത്താവിൻ്റെ കൈ നീട്ടണ്ട, വായി തുറന്നാൽ മതി എന്നൊരു വ്യക്തി പറഞ്ഞാൽ കർത്താവ് വായി തുറക്കത്തില്ല, കൈയെ നീട്ടത്തുള്ളൂ. ഇത്രയും നിങ്ങൾ കേട്ടല്ലോ. അടുത്ത സന്ദേശത്തിലേക്ക് ഞാൻ വരിക, അടുത്ത ദൂതിലേക്ക് വരിക. യേശു അവിടെ എത്തി. യേശു അറിഞ്ഞു, ഒരു സത്യം അറിഞ്ഞു. എന്താ അത്? അവനെ കല്ലറയിൽ വച്ചിട്ട് 4 ദിവസമായി. അവനെ കല്ലറയിൽ വച്ചിട്ട് 4 ദിവസമായി. അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി. ഡസൻ മൈൻഡ്. അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി. ആരുടെ വാക്കാണ്? മനുഷ്യരുടെ വാക്കാണ്. യേശു 40 ദിവസം കഴിഞ്ഞ് അവിടെ വന്നു എന്ന് വെച്ചേക്കുക. ഓർക്കുക, നിങ്ങൾ ഇമാജിൻ ചെയ്യുക. യേശു 40 ദിവസം യേശു 40 ദിവസം കഴിഞ്ഞാണ് അവിടെ വന്നത് എന്നോർക്കുക. അപ്പോഴും ഈ വചനം ഇങ്ങനെ തന്നെ എഴുതും, അവനെ കല്ലറയിൽ വെച്ചിട്ട് 40 ദിവസമായി എന്ന് അറിഞ്ഞു. 4 ദിവസമായാൽ എന്തെങ്കിലുമൊക്കെ നടക്കും. നമ്മളങ്ങനെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം, നടക്കും. 40 ദിവസമായാൽ നടക്കുമോ? ഇന്ന് ഞാൻ ഇവിടെ ഒരു ദൈവിക ആലോചന പറയാനും ഒരു വെളിപ്പാട് ഞാൻ ഇവിടുന്ന് പ്രാപിച്ചത് ഞാൻ പറയാം. അദ്ദേഹത്തെ അടക്കം ചെയ്യും എന്ന് യേശു വിചാരിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. നമ്മുടെ നാട്ടിലെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. ഇപ്പം വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ വരാനുണ്ടെങ്കിൽ 3-4 ദിവസം മൊബൈൽ മോർച്ചറിയിൽ വയ്ക്കുന്ന പതിവ് നമ്മുടെ നാട്ടിലുണ്ട്. അല്ലെങ്കിൽ മോർച്ചറിയിൽ അത് വെച്ചിട്ട് ആ ദൂരദേശങ്ങളിലുള്ള വ്യക്തി വന്നതിന് ശേഷം മോർച്ചറിയിൽ നിന്ന് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ നടത്തി മറവ് ചെയ്യുന്ന അവസ്ഥയുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്, ശരിയല്ലേ? അപ്പോൾ യേശു അറിഞ്ഞത് അവിടെ വന്നതിന് ശേഷം ലാസറിനെ അടക്കം ചെയ്തു എന്നറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വചനം പറയുന്നു യേശു അറിഞ്ഞതപ്പോഴാണ്, കല്ലറയിൽ വെച്ച് അറിഞ്ഞതപ്പോഴാണ്. പക്ഷേ യേശു ഒരു പ്രവൃത്തിക്ക് വേണ്ടി തയ്യാറെടുത്ത ഇവിടെ വന്നേ. ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി നിങ്ങളോടുള്ള ദൈവിക സന്ദേശം വിടുതൽ നടക്കാൻ പോവാം. ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ഉറപ്പിച്ച യേശു വന്നേ. ഒരു പ്രവൃത്തി ചെയ്യും. കാരണം അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങളതിൻ്റെ ആ 11-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിക്കണം. 11-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദീനം മരണത്തിനായിട്ടല്ല എന്ന് ഇവിടെ പറയുമ്പോൾ ആൾ മരിച്ച് മറവും ചെയ്തു. നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ കേട്ട ദൈവശബ്ദം ഇങ്ങനല്ലല്ലോ,
എന്നോട് ദൈവം സംസാരിച്ചത് അങ്ങനെ അല്ലല്ലോ, ദൈവം എന്നോട് ഇടപെട്ടത് അങ്ങനെ അല്ലല്ലോ, പിന്നെന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്നൊരു പക്ഷെ താങ്കൾ ചിന്തിച്ചിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ഇല്ലെന്ന് പറയാനൊന്നും ഒക്കത്തില്ല, ശരിയല്ലേ? ശ്രദ്ധിച്ചു കേട്ടോ. ദൈവം ഒരു ഒരു വ്യക്തിയോട് പറയുമ്പോൾ അത് കംപ്ലീറ്റ്ലി അത് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്പിരിറ്റ് മാൻ അത്രയും പവർഫുൾ ആയിരിക്കണം. മാർത്ത മറിയോട് യേശു പറയുക, ഇത് അവൻ്റെ ഈ ദീനം മരണത്തിനായിട്ടല്ല, പക്ഷെ ആള് മരിച്ചു മറവും ചെയ്തു എന്ന് വെച്ചാൽ കേട്ടതിന് വിപരീതമായിട്ടാണ് കാര്യം സംഭവിക്കുന്നത്. ദൂത് കേട്ടതൊന്നാ, ദൈവശബ്ദം കേട്ടത് ഒരു രീതിയില്ല, പക്ഷെ സംഭവിച്ച മറ്റൊരു രീതിയിലായ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? പക്ഷെ ഞാൻ ഒരു ദൈവാലോചന കൈമാറുക, താങ്കൾ കേട്ടതിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളുടെ കണ്ണ് കാണാൻ പോവുക. ഇന്ന് കണ്ട കാര്യങ്ങൾ മാറും കേട്ടോ. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ പശ്ചാത്തലം തന്നെ സ്വർഗത്തിന് തിരിക്കാൻ ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുന്ന ആ ഒരു നിമിഷം മതി. ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വാക്യം യേശു പറയുന്നതെന്ന് വെച്ചാൽ 11-ാമത്തെ വാക്യം ഇത് പറഞ്ഞിട്ട്, അവൻ നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നുവെങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. ലാസർ നിദ്ര കൊള്ളുന്നു, ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. ശ്രദ്ധിക്കുക, ഞാൻ മെസ്സേജ് അവസാനിപ്പിക്കാൻ പോവാം. ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങളിലേക്കുള്ള ഒരു സന്ദേശം ഒരു പൂർണ്ണതയോടെ കൈമാറാനാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. യേശു മാർത്ത മറിയോട് പറയുന്നു, ഈ ദീനം മരണത്തിനായിട്ടല്ല. യേശു ശിഷ്യന്മാരോട് പറയുന്നു, ലാസർ ഉറങ്ങുന്നു, ഞാൻ ഉണർത്താൻ പോകുന്നു. അപ്പോൾ ഒരു പ്രവൃത്തിക്ക് വേണ്ടി തൻ്റെ സ്നേഹിതനെ രക്ഷിക്കാൻ, തൻ്റെ സ്നേഹിതനെ സ്വതന്ത്രമാക്കുവാൻ, തൻ്റെ സ്നേഹിതനെ ശുശ്രൂഷിക്കുവാൻ, തൻ്റെ സ്നേഹിതനെ ജീവിപ്പിക്കുവാൻ ഒരു പ്രവൃത്തിക്ക് വേണ്ടി യേശു ഓൾറെഡി തയ്യാറായിരുന്നു. ഹൗറാഖാബാലാബാസിയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കൂടപ്പിറപ്പെ, നിങ്ങളെ ശുശ്രൂഷിക്കാൻ, നിങ്ങളുടെ ജീവിതത്തെ തിരുത്താൻ, നിങ്ങളുടെ ജീവിതത്തെ പണിയാൻ, നിങ്ങളെ മെനയാൻ, നിങ്ങളെ കൈകളിലെടുക്കാൻ, നിങ്ങളെ ഉപയോഗിക്കാൻ, നിങ്ങളുടെ പഴമയുടെ അവസ്ഥകളെ മാറ്റാൻ, ശാപങ്ങളെ തകർക്കാൻ, ജീവിപ്പിക്കാൻ, സൗഖ്യമാക്കുവാൻ, പണിതെടുക്കുവാൻ യേശു ഇന്നും തയ്യാറാണ്. യേശു ആ ബഥാനിയിലേക്ക് വരുമ്പോൾ ബൈബിൾ പറയുന്നു, അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസം. ഒരു പ്രവൃത്തി പുറപ്പെട്ട് വന്നിരിക്കുകയാണ്. ശ്രദ്ധിക്കണം, ഒരു പ്രവൃത്തി പുറപ്പെട്ട് വന്നിരിക്കുകയാണ്. യേശു തന്നെ സാക്ഷാൽ പ്രവൃത്തി. ആ പ്രവൃത്തി പുറപ്പെട്ട് വന്നിട്ടും ആ പ്രവൃത്തിക്ക് വെളിപ്പെടാൻ കഴിയാത്തൊരു പശ്ചാത്തലം അവിടെ മനുഷ്യൻ ഒരുക്കി. എന്താ അത്? കല്ലറയിൽ കൊണ്ടുവച്ചു. ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടും, ഒരു വിടുതൽ പുറപ്പെട്ടിട്ടും ആ വിടുതൽ പ്രാപിക്കാൻ കഴിയാത്ത രീതിയിൽ ഇന്നും തിരിഞ്ഞും മറിഞ്ഞും വളഞ്ഞും കുനിഞ്ഞും നിവർന്നും എഴുന്നേറ്റും വീണും കിടന്നും ഒക്കെയുള്ള അവസ്ഥയിൽ ജീവിതം മുൻപോട്ട് തള്ളി നിൽക്കുന്ന ചിലരോടായി ഈ ദൈവശബ്ദം സംസാരിക്കുന്നത്. ഒരു പ്രവൃത്തി പുറപ്പെട്ടു, ഒരു പ്രവാചകൻ നിങ്ങളോട് പ്രവചിച്ചു, ദൈവവും നിങ്ങളോട് പറഞ്ഞു, വചനവും നിങ്ങളോട് സംസാരിച്ചു, നിങ്ങൾ സ്വപ്നത്തിലും കണ്ടു. പക്ഷെ കണ്ടത് നിങ്ങളിലേക്ക് വന്നെത്തിപ്പെടാൻ കഴിയാത്ത പോലെ എവിടെയും മറയ്ക്കുന്നു. കാരണം അവിടെ വാദം ഇതാണ്, ഞാൻ കല്ലറയിൽ വെച്ചവനാ. കല്ലറ നിന്നെ അവകാശം പറയുന്നുണ്ടെങ്കിൽ ഉടരമന ശബ്ദൽ ഖമൻ, ഈ സെക്കൻഡിൽ ഈ ദൂത് വാളായി അതിൻ്റെ മേൽ വെളിപ്പെടുകയാണ്. ആമേൻ. ബൈബിൾ പറയുന്നത് ശ്രദ്ധിച്ചേ. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. ബഥാനിയ യെരുശലേമിന് അരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയും മറിയയും സഹോദരനെയും കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിൽ തന്നെ ഇരുന്നു. ഒരു പ്രവൃത്തിക്ക് വേണ്ടി യേശു ഒരുങ്ങി വരികയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇന്ന് ദൈവം ഒരു പ്രവൃത്തിക്ക് വേണ്ടി താങ്കളുടെ വീടിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സന്തോഷം അറ്റുപോയവർ എന്നെ കാണുന്നുണ്ട്. സമാധാനം കെട്ടുപോയവർ എന്നെ കാണുന്നുണ്ട്. ദൈവശബ്ദങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെ ജീവിതത്തിൽ സ്വന്തമായിട്ടുള്ളവരുണ്ട്. ദൈവശബ്ദങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഒന്നും പ്രാപിക്കാൻ പറ്റാത്ത പോലെ കല്ലറയിൽ വെച്ചേക്കുക. നിന്റെ കല്ലറ പൊളിക്കുക കേട്ടോ എന്ന്.
കല്ലറ ദൈവം പൊളിക്കുക യേശുവിൻ്റെ നാമത്തിൽ. വചനം പറയുന്നു കർത്താവ് ഒരു പ്രവൃത്തിക്ക് വേണ്ടി തയ്യാറെടുത്തു. കാരണം 2 പ്രാവശ്യം പറഞ്ഞു. ഒന്ന്, ലാസറിൻ്റെ ഈ ദീന മരണത്തിനല്ല എന്ന് പറഞ്ഞു. 2, ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു എന്ന് പറഞ്ഞു. ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണർവ് പകരുമെന്ന് പറഞ്ഞാൽ കർത്താവ് അത് പകരും. അതിനിപ്പോൾ ആര് കല്ലറയിൽ കൊണ്ടുവച്ചാലും, ആര് കല്ലറയിൽ കൊണ്ടുവച്ചാലും, ആര് കാലടിയിൽ കൊണ്ടുവച്ചാലും കർത്താവ് ജീവിതത്തിൽ ഉണർവ് പകരുമെന്ന് പറഞ്ഞാൽ പകർന്നിരിക്കും. അതൊരു രാജ്യത്തിൽ പകരും എന്ന് പറഞ്ഞാൽ പകരും, ദേശത്തിൽ പകരും എന്ന് പറഞ്ഞാൽ പകരും, വ്യക്തിയിൽ പകരും എന്ന് പറഞ്ഞാൽ പകരും, കുടുംബത്തിൽ പകരും എന്ന് പറഞ്ഞാൽ പകരും. അതിനെ മറയ്ക്കാനും തടുക്കാനും ആർക്കും ഒക്കത്തില്ല. കാര്യം എന്താണെന്നറിയാമോ? അവനെ കല്ലറയിൽ വെച്ചു എന്നറിഞ്ഞപ്പോൾ പ്രവൃത്തി കല്ലറയിലേക്ക് നീളുകയാണ്. ശ്രദ്ധിക്കുക, യേശു ഇപ്പം വീട്ടിലാണ് ഉയർപ്പിക്കാൻ വന്നത്. അപ്പം വീട്ടിലാളിപ്പം കല്ലറയില്ല. അവിടുന്ന് യേശുവിൻ്റെ പ്രവൃത്തി കല്ലറയിലേക്ക് നീളുകയാണ്. നിന്റെ പ്രശ്നത്തിൻ്റെ നീളം വർദ്ധിക്കുന്നതിനനുസരിച്ച് ദൈവപ്രവൃത്തിയുടെ ആഴവും അതുപോലെ വർദ്ധിക്കും. കല്ലറയിൽ ഇരിക്കാതെ വീട്ടിലിരുന്നെങ്കിൽ ബോഡി അവിടെ വെച്ച് ഉയർപ്പിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ബോഡി കല്ലറ വരെ പോയി. പ്രവൃത്തി അവിടെ വെച്ച് മുറിയുന്നില്ല. യേശുവിൻ്റെ നിയോഗം അവിടെ വെച്ച് മുറിയുന്നില്ല. യേശുവിൻ്റെ പ്ലാനിങ് അവിടെ വെച്ച് മാറുന്നില്ല. യേശു അതേ പ്ലാനിങ് തന്നെ കല്ലറയിലേക്ക് നീട്ടി. ആർക്കും വന്നെത്തിപ്പെട്ട് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയാത്തത്രയും ആഴങ്ങളിലേക്ക് പ്രശ്നങ്ങൾ നിന്നെ ചവിട്ടിത്താഴ്ത്തി ഇട്ടിരിക്കുന്നുവെങ്കിലും അതിൻ്റെ അടിയിൽ ഇറങ്ങി വന്ന് കോരിയെടുത്ത ഒരു ദൈവപ്രവൃത്തി ദൈവം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ആമേൻ പറഞ്ഞാൽ മതി കേട്ടോ. പാസ്റ്റർക്ക് ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ചിലർ പറഞ്ഞു അതൊക്കെ കൈവിട്ട കേസാണ്, ദൈവം പോലും കൈവിട്ട കേസാന്ന് പറഞ്ഞവർ എന്നെ കാണുന്നുണ്ട്. ശരിയല്ലേ? അല്ലേ? ദൈവം പോലും കൈവിട്ട കേസാന്ന് പറഞ്ഞവരുണ്ട്. അത് മനുഷ്യൻ്റെ വാക്ക്. അതാ ഇവിടെ പറഞ്ഞു, കല്ലറയിൽ വെച്ചു. ദൈവം പോലും കൈവിട്ട കേസാണ്. പുള്ളിക്ക് സൗഖ്യം കിട്ടിയില്ല. ഞാൻ ആത്മാവിൽ പറയാം, നീ ദൈവത്തെ അന്വേഷിച്ച് ദൈവമുഖത്ത് നോക്കുന്ന ഒരു മകനോ മകളോ കുടുംബമോ ആണെങ്കിൽ കല്ലറ 6 അടി മണ്ണ, ഇനി 60 അടി താഴ്ത്തി നിന്നെ ചവിട്ടി വെച്ചാലും തമ്പുരാൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേട്ടോ. തമ്പുരാൻ ഉയർത്തുമെന്ന് പറഞ്ഞാൽ ഉയർത്തും, ഉണർത്തുമെന്ന് പറഞ്ഞാൽ ഉണർത്തും, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, യേശു ആ കല്ലറയ്ക്കൽ ചെന്നു, കല്ലറ തുറന്നു. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ജനത്തോട് പറയുന്നു, അവിടെ നിൽക്കുന്ന ആൾക്കാരോട് പറയുന്നു, കെട്ടഴിക്കാൻ പറയുന്നു, ലാസറെ പുറത്തു വരാൻ പറയുന്നു. വിളിച്ചു പുറത്തിറക്കി പുതിയ ജീവനും ചരിത്രവുമേകി യേശു അവനെ ചേർത്ത് നിർത്തി, യേശുവിൻ്റെ നാമത്തിൽ. പ്രിയപ്പെട്ട സുഹൃത്തെ, എത്ര ആഴങ്ങളിൽ പ്രശ്നവും സാഹചര്യങ്ങളും വ്യക്തികളും നിങ്ങളുടെ അവസ്ഥയും നിങ്ങളെ ചവിട്ടി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും, നിങ്ങളുടെ ചരിത്രം പോലും കഴിഞ്ഞുപോയി എന്ന് ചില വ്യക്തികൾ പറഞ്ഞുവെങ്കിലും, ഞാൻ ആത്മാവിൽ പറയുക, ദൈവം നിൻ്റെ ജീവിതത്തിന് പുതിയ ഒരു പകിട്ടേകും. ദൈവം നിങ്ങളുടെ ജീവിതത്തിന് പുതിയ നിറമേകും. ദൈവം നിങ്ങളെ ഉണർത്തും, ദൈവം നിങ്ങളെ ഉയർത്തും, ദൈവം നിങ്ങളെ മാനിക്കും. അവിശ്വസിച്ച് പോകരുത്. തമ്പുരാൻ ഒരു കാര്യം ചെയ്യും എന്ന് പ്ലാൻ ചെയ്താൽ, ദൈവം ഒരു കാര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യുമെന്ന് പ്ലാൻ ചെയ്താൽ അത് മാറ്റാൻ ആർക്കും പറ്റത്തില്ല. ഇപ്പോൾ ഒരു വ്യക്തി വന്ന് പുള്ളി പോയല്ലോ, ഉച്ചയോടെ നേരത്തെ ആണെങ്കിൽ നമുക്ക് പുള്ളിയെ ഉയർപ്പിക്കായിരുന്നു, ഞങ്ങൾ കൊണ്ട് കുഴിച്ചിടുകയും ചെയ്തു, മാത്രമല്ല 4 ദിവസം ആയി പോയി എന്നൊക്കെ പറഞ്ഞ് ഹോപ്പ്ലെസ് പറയും. പക്ഷെ മനുഷ്യൻ ഹോപ്പ്ലെസ് പറഞ്ഞെടുത്ത ദൈവം പ്രവർത്തിച്ചു തുടങ്ങുന്നത്. നിങ്ങളെക്കുറിച്ച് പലരും പറഞ്ഞു കാണും, അങ്ങനെ ഹോപ്പ്ലെസ് ആണ്, ഹെൽപ്ലെസ് ആണെന്നൊക്കെ പറഞ്ഞു കാണും. പക്ഷെ ദൈവത്തിൻ്റെ കരം കുറുകിയിട്ടില്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി മങ്ങിപ്പോയിട്ടില്ല, ദൈവത്തിൻ്റെ കണ്ണ് കുരുടായി പോയിട്ടില്ല. ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ സഹായിക്കും. ഞാൻ ആത്മാവിൽ ആരോടെ കൈമാറുകയാണ്. വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഞാനൊരു വാക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. കണ്ണടച്ച്, പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളെയും ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഇവരുടെ ജീവിതത്തിൽ ലാസറിൻ്റെ ലൈഫിൽ സംഭവിച്ച പോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകട്ടെ. ദൈവമേ, ഇനി രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ്, ഇനി ദൈവവും ഡോക്ടറും ഒക്കെ കൈവിട്ട കേസാന്ന് പറഞ്ഞ രോഗങ്ങൾ ഇപ്പോൾ യേശുവിനെ നമുക്ക് ഹീലാകുന്നു. റോഹോബോ സെംബിറ നിഹിബറുന ജിബന ലിഷാവ സദേബി ഹഗട്ട സുല്ല ബെഠുനിയാർ ബഹസീന ഹസി. ദൈവം ആരുടെയൊക്കെയോ മേൽ സൗഖ്യത്തിൻ്റെ ഒരു മഴ പെയ്യുകയാണ് ഇപ്പോൾ വിശ്വസിക്കുന്നവരുടെ മേൽ ലാവുഷിബറ ഹസീന അറബ. ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകുന്നുവെന്ന്
പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ലേഗറിനിയ റഡബശസി റഗൽ പ്രശോധരി അർബസീന ഹർഗ. ഒരു മുറിവൊക്കെ ഉണ്ടായിട്ട് ഉണങ്ങാതിരിക്കുന്ന ചിലരെന്നെ കാണുന്നു. മുറിവുണ്ടായിട്ട് ഇതുവരെ ഉണങ്ങാതെ കരിയാതെ പല ലേപനങ്ങൾ മാറി മാറി ഉപയോഗിച്ചിട്ടും ഇപ്പോഴും ആ പച്ചപ്പോടെ തന്നെ ആ മുറിവിരിക്കുന്ന ചില കാഴ്ചകൾ ദൈവം എന്നെ കാണിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ അടിപ്പിണറാനുള്ള സൗഖ്യം ഞാൻ ഇതിനകത്ത് റിലീസ് ചെയ്യുന്നു. ഇത് വിശ്വസിക്കുന്നവരുടെ മേൽ സൗഖ്യമായി പതിയട്ടെ, സൗഖ്യമായി പതിയട്ടെ. ഖ്യോന്യ ബെൽഷസിന ഹുയിൻ മറബുഷസി. ഈ ഏതൊക്കെ ടെസ്റ്റ് എഴുതിയിട്ട് ഭയങ്കരമായിട്ട് പരാജയപ്പെട്ട ചില വ്യക്തികൾ, വിജയിക്കാനേ പറ്റാതിരിക്കുന്ന, പരാജയം തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന, 2-3 അറ്റംപ്റ്റ് നടത്തിയിട്ടും ജയിക്കാത്ത ചില വ്യക്തികൾ, കർത്താവ് നിൻ്റെ ചരിത്രം മാറ്റുക, നിൻ്റെ ചരിത്രം ദൈവം മാറ്റുക ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂസ്, 2-3 ഇൻ്റർവ്യൂസൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഫെയിലായി പോകുന്നു, സെലക്ഷൻ കിട്ടാത്ത അവസ്ഥ. ദൈവം ചരിത്രം മാറ്റുക ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ദൈവം അത്ഭുത വിടുതലുകൾ ദൈവം നൽകുന്നതിനായി സ്തോത്രം. ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.